100 കോടിയൊക്കെ കൊടുത്തിട്ട് എടുക്കുന്നതിനെക്കാട്ടി ഇത് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. പടം പൊളിക്കുന്നു. ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ഇല്ല, പേടിക്കാനൊക്കെ ഉണ്ട്. ഭയങ്കര ഒരു ഹൊറർ എന്ന് പറയാനില്ല. ഹൊററും കൊള്ളാം, പക്ഷെ ലാസ്റ്റ് ഒരു പാസം പോലെ ആയിപ്പോയി. പിന്നീട് സീരിയസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പടം വലിയ രസമില്ല. സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് അത്ര വന്നിട്ടില്ല. കൊള്ളാം, നല്ല പടം കൊള്ളാം, നന്നായിരിക്കുന്നു, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഇല്ല, പേടിക്കാനൊക്കെ ഉണ്ട്. എങ്ങനെ പറയാനില്ല, തമാശ പടം. അത്യാവശ്യം കണ്ടോണ്ടിരിക്കാം. സെക്കൻഡ് ഹാഫ് കുറെ കൂടി ബെറ്റർ ആണ്. അത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെയാണ്. ആക്ടിങ് അങ്ങനെയല്ല, അതൊരു ഫാന്റസി പോലെ എടുത്തിരിക്കുന്ന സിനിമയാണ്. ഒരു ഫാന്റസി ത്രില്ലറാണ്. പാർട്ട് 2 ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ത്രൂ ഔട്ട് എൻഗേജ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അങ്ങനെയുള്ള പ്രശ്നമല്ല. വലിയ എഫേർട്ട് ഉണ്ട് അതിനകത്ത്. മലയാളമാണ് ക്യാൻവാസ് എങ്കിലും നന്നായി അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ്ങും എല്ലാം ടെക്നിക്കൽ സൈഡെല്ലാം ഓക്കെയാണ്. ഹൊറർ കോമഡിയാണ്. പിന്നീട് സീരിയസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പടം വലിയ രസമില്ല. ഷെർഫുദ്ദീന്റെ ഒക്കെ പെർഫോമൻസ് നല്ലതാണ്. തുറയില് ഫസ്റ്റ് ഹാഫിൽ വർക്കൗട്ട് ആയിട്ടുള്ള കോമഡി നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സ്ലാബ് സ്റ്റിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്ര വന്നിട്ടില്ല. അടികപ്പിയാര് ലെവൽ വന്നിട്ടില്ല. കുഴപ്പമില്ല, കോമഡി കുഴപ്പമില്ല. പടം കൊള്ളായിരുന്നു. സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കോമഡി നല്ലതായിരുന്നു. ഹൊററും കൊള്ളാം, പക്ഷെ ലാസ്റ്റ് ഒരു പാസം പോലെ ആയിപ്പോയി. ബാക്കി കുഴപ്പമില്ല. കങ്കുവ കണ്ടില്ല. കൊള്ളായിരുന്നു. നല്ല സ്റ്റോറി ആയിരുന്നു. വെറൈറ്റി പടം. ക്ലൈമാക്സ് എല്ലാം നല്ല ഒരു VFX എല്ലാം കൊണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഇതുവരെ നല്ല പടം. 300 കോടിയൊക്കെ കൊടുത്തിട്ട് എടുക്കുന്നതിനെക്കാട്ടി ഇത് കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. കുഴപ്പമില്ല. കൊള്ളാം ബ്രോ, കൊള്ളാം. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ട് ബ്രോ, അത് കണ്ടു നോക്കുക. നല്ല രസമുണ്ട്. കണ്ടു തുടങ്ങിയപ്പോൾ നല്ല അടിപൊളി, നല്ല പടമാണ്. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്യാത്തൊരു ഫാന്റസി. നമുക്ക് ബോറായിട്ട് ഒന്നും ഇല്ല. നമ്മൾ കണ്ണെടുക്കാതെ കാണാമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ എങ്കിലും നല്ല പടമാണ്, അടിപൊളിയാണ്. തിയേറ്ററിൽ വന്ന് കാണാം. അടിപൊളി, എല്ലാവരും അടിപൊളി. അജു വർഗീസ് എല്ലാവരും നല്ല കലക്കനായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു, നല്ല പടം. ജഗതി സൂപ്പർ ആയിരുന്നു പടം. ഇത് പറയാൻ സ്റ്റോറി നല്ല അടിപൊളിയാണ്. വില്ലൻ വരുന്ന സീനൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഒരു രക്ഷയില്ല, അടിപൊളി പടം പൊളിക്കുന്നു. സെക്കൻഡ് പാർട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റോറി ലൈനാണ്. നമുക്ക് ബോറടിക്കാനൊന്നുമില്ല. VFX ആണെങ്കിലും ഗ്രാഫിക്സ് ആണെങ്കിലും ഈ എടുത്തിരിക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളിയാണ്. ടീമിന് നല്ല ഹാൻഡ്സ് ഓഫ്, അടിപൊളി പടം. എടുത്തു പറയേണ്ടത് ഷറഫുദ്ദീന്റെ കോമഡി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു. ഒരു ഫാന്റസി മോഡലാണ്. ഭയങ്കര ഒരു ഹൊറർ എന്ന് പറയാനില്ല. കൊള്ളാം, രസമുണ്ട്. ആ ഒരു ടൈപ്പാണ്, പക്ഷെ ആ ഒരു കൊള്ളാം, രസമുണ്ട്. എന്താണെങ്കിലും ഗ്രാഫിക്സ് വലിയ കുഴപ്പമില്ല. പിന്നെ ആർട്ടിസ്റ്റുകളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് തോന്നുന്നു.